മാർക്ക് നമുക്ക് അറിയണോ അതിൽ കാണും, നമുക്ക് കിട്ടും. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ 24 മാർക്ക് കിട്ടും. ഇപ്പൊ ഇടുന്ന മോക്ക് ടെസ്റ്റ്, ഇപ്പൊ ഇടുന്ന ക്വസ്റ്റ്യൻസിനും വരത്തില്ലേ എക്സാമിന്, മെയിൻ എക്സാമിന്? വരും. കിട്ടിയാലും പറയാം, ഭാഗ്യം. ഇപ്പൊ നമുക്ക് അവര് തരുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാൻ കൂടി വേണ്ടിട്ടല്ലേ തരുന്നത്. എക്സാമിന് ചോദിച്ചു ഇപ്പൊ ഇമ്പോർട്ടന്റ് ചോദിക്കാതിരിക്കില്ല, കാരണം നമ്മുടെ സിലബസിലുള്ളതല്ലേ വരുള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന നോട്ട്സിൽ നിന്നല്ലേ വരുള്ളൂ. മോക്ക് ടെസ്റ്റിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നല്ലേ എല്ലാം തരുന്നത് അതിൽ നിന്നൊക്കെ. നമ്മുടെ പ്രിന്റഡ് നോട്ട് കംപ്ലീറ്റ് വായിച്ച് പഠിക്കണം. മിസ്സുമാര് പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, അവർ തരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക. പിന്നെ ബ്ലഡ് ബാങ്ക് ഇത്ര പാടാണ് കേട്ടാ. ബ്ലഡ് ബാങ്ക് ചോദിച്ചാൽ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ആർക്കൊക്കെ ആ സംശയം ഞാൻ ഇന്ന് സൗണ്ട് പറ്റിയെന്ന്? ഇന്ന് ഫസ്റ്റ് അവർ ആയിരുന്നു ഞാൻ. അതൊന്ന് ജസ്റ്റ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. മിസ്സിന് വേറൊരു ക്ലാസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കയറിയെന്നുള്ളൂ. ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് ഫിക്സ്ഡ് ആണ്. അതിന് വേറെ വ്യത്യാസവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുകയും ചെയ്യും. ഇങ്ങനെ എടുക്കുന്നതിന് ജസ്റ്റ് ഒന്ന് മാറിയെന്ന് വെച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ക്ലാസ് എന്റെ ആയിരുന്നു, അതിന് പകരം ട്രീസ മാം എടുത്തു. സെക്കൻഡ് ട്രീസ മാമിന്റെ ക്ലാസ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അത് ആ ടീച്ചറിന് വേറെ ക്ലാസ് വന്നത് കൊണ്ട് അങ്ങനെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ ഒരു കാര്യം ക്ലിയർ അല്ലേ? പിന്നെ നേരത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇൻഫർമേഷൻ തരും, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ടൈം ടേബിള് അത് ഫിക്സ്ഡ് ആണ്. പിന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഇടുന്നത് ഓരോ ചാപ്റ്ററും കഴിയുമ്പോഴാണല്ലോ. ഓരോ ചാപ്റ്റർ കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ എത്രമാത്രം നിങ്ങൾ പഠിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് തന്നെ ഒരു സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. ഈ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രം ആവണമെന്നില്ല എക്സാമിന് വരുന്നത്. അപ്പൊ കുറച്ച് നമ്മളിപ്പോ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പ്രിന്റഡ് നോട്ട് തന്നെയാണ്. അത് ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പ്രിന്റഡ് നോട്ട് ആണ് നമ്മുടെ ബേസ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. അപ്പൊ ഇതിനകത്തുള്ളതാണ് നമ്മൾ കുറച്ച് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇത് രണ്ട് മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ നോട്ടാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, പ്രിന്റഡ് നോട്ട് വായിക്കാം. അതിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാം. അല്ലാതെ വേറെ ടെൻഷനൊന്നുമില്ല. ഇപ്പൊ എത്രയോ ബാച്ചുകള് നമ്മുടെ എക്സാം കഴിഞ്ഞു. ഇപ്പൊ ഈ സാറ്റർഡേ ഒരു ബാച്ചിന്റെ ഫൈനൽ എക്സാം ആണ്. അതൊന്നും നിങ്ങൾ എന്താ പറയുക ഇത്ര ടെൻഷൻ അടിക്കുന്ന രീതിയിലില്ല. ഇതിനിപ്പോ ബിനോയ് ഇവിടെ മാർക്കൊക്കെ ചോദിക്കണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് ചോദിക്കണേന്റെ അങ്ങനെ ഒരു നമ്മൾക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റി, നമുക്ക് എത്ര മാർക്ക് അതിൽ നിന്ന് കിട്ടി, അത്രേ ഉള്ളൂ. അതിപ്പോ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ മാക്സിമം നമ്മൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ അതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അത് തന്നെ ഇപ്പൊ എക്സാമിന് അത് തന്നെ ചോദിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ അതും നമ്മുടെ നോട്ടും നമ്മുടെ പ്രിന്റഡ് നോട്ടും ഒക്കെ ബേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിന് ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെയുള്ളതൊന്നും വേണ്ട. നമ്മുടെ ഈ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിന്റഡ് നോട്ടാണ്. ഔട്ട് ഓഫ് സിലബസ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. നമ്മുടെ ഈ നോട്ട് അത് നിങ്ങൾ പഠിക്കാം. പിന്നെ എക്സ്ട്രാ ചില ടേംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനാണ് എല്ലാവർക്കും ഒരു നോട്ട്ബുക്ക് എടുത്തു വെക്കാൻ പറയുന്നത്. അപ്പോ ആ നോട്ട്ബുക്കിൽ നമുക്ക് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നമ്മളിപ്പോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു പേജിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. പക്ഷെ ആ ഫുള്ള് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. നമുക്ക് അത് മാത്രം പോരാ, അടുത്ത ചാപ്റ്ററും കവർ ചെയ്ത് പോകണം. നിങ്ങൾക്ക് ആ ടൈമിനുള്ളിൽ ഞങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് തീർക്കണം. എങ്കിലും നമ്മൾ കുറച്ച്, അതാണ് മോക്ക് ടെസ്റ്റ് ആയിട്ട് കുറച്ച് തരുന്നത്. പിന്നെ കുറച്ച് അത് ഓരോ ടീച്ചേഴ്സും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്.
അപ്പൊ ഞാൻ എങ്ങനെയാ ഞാൻ ഫോളോ ചെയ്ത് പോരുന്നത്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പോലെ നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മൾ അതൊന്നുകൂടി ക്ലാസ്സിലിരുന്ന് എഴുതുമ്പോൾ എല്ലാവരും അത്രയും ഒന്ന് പഠിക്കാം. അപ്പൊ പഴയത് നമുക്ക് ഒന്നുകൂടി നോക്കാം. അങ്ങനെയുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ ആണ്, CSSD ആണ്. കേട്ടിട്ടുണ്ടോ CSSD എന്ന് പറയുന്നത്? ആണ് എക്സ്പാൻഡ് CSSD യുടെ എക്സ്പാൻഡഡ് ഫോം സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ഇത് പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക, സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് അത് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു. അത് ഒന്നില്ലെങ്കിൽ സ്റ്റീം വഴിയാവാം, സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്താം, സ്റ്റീം വഴി, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഇനി ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇങ്ങനെ ഏതാണ് നമ്മുടെ ലാപ്രോസ്കോപ്പ്, പിന്നെ അതുപോലെ തന്നെ കാത്തീറ്റർ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്. ചൂടടിച്ചു കഴിഞ്ഞാൽ അത് ഉരുകി പോകും, അല്ലെങ്കിൽ അങ്ങനെ ഡാമേജ് ആവും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. എന്തായിക്കോട്ടെ, നമ്മള് എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അണുവിമുക്തമാക്കുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു. ആ ഒരു ഇതാണ് ഈ CSSD ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അതാണ്, ഇതെല്ലാം പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ. നമ്മളിപ്പോ ഒരു സർജറി ചെയ്തു, അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, സിസേഴ്സ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽസ് ഒക്കെ എന്താ, അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ, എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വൂണ്ടിൽ തന്നെ ആ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പേഷ്യന്റിന് ഡെത്ത് വരെ സംഭവിക്കാം ഇൻഫെക്ഷൻ വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകള് ഒക്കെ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മിസ്സ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരുമോ? ഇത് നെറ്റ് കട്ടാവുക, ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞുതരുമോ? അതെ, നമ്മളിപ്പോ ഇന്ന് പറഞ്ഞത് പുതിയ ചാപ്റ്റർ, നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ചാപ്റ്റർ 21 CSSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എക്സ്പാൻഡഡ് ഫോം ചോദിക്കും എക്സാമിന്. എക്സ്പാൻഡ് CSSD. What is the full form of CSSD? Central Sterile Supply Department. ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. ഇതെന്താ ചെയ്യുന്നേ? പേഷ്യന്റിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക, അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് പല ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് CSSD ചെയ്യുന്നത്. അതാണ് CSSD ഡിപ്പാർട്ട്മെന്റിൽ, അതാണ് സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുന്നു. ഓക്കെ, introduction. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമുക്ക് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ത്? ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. സർജിക്കൽ എക്യുപ്മെന്റ്സ്, ആ എക്യുപ്മെന്റ്സുകളുടെ ഡിസ്ഇൻഫെക്ഷൻ വെച്ച് അണുനശീകരണം, അതിനെ അണുവിമുക്തമാക്കുന്നത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. നോക്കിയേ, if the instruments are microbially tainted, TAINED, tainted എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ്, മലിനമാക്കുക, മലിനമാവുക എന്നുള്ള മീനിങ് ആണ്. tainted എന്ന് പറഞ്ഞാലും കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്.
സെയിം മീനിങ് ആണ്. ഇനി ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ്, ഇനി ഇൻസ്ട്രുമെന്റ്സ് മലിനമാണെങ്കിലോ എന്ത് പറ്റും? ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ്, ഇനി ആ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് പറ്റുന്നു? ആ കണ്ടാമിനേഷൻ, ആ അണുക്കള് നമ്മൾ ആ വൂണ്ടിക്കടെ തന്നെ, സർജിക്കൽ വൂണ്ടിക്കടെ തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആസ് പെർ റിസർച്ച് അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് സജസ്റ്റഡ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ, സർജിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സ്റ്റെറിലൈസേഷൻ ചെയ്യണം. is suggested as one of the basic and accepted measures against surgical site infection. ഇതൊന്ന് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ ഒന്ന് തിരുത്തുക. അവിടെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SSI എന്ന് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ എഴുതിയാൽ മതി. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SURGICAL, സർജിക്കൽ സൈറ്റ് SIT, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇപ്പൊ നോക്കിയേ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ടുള്ള അടിസ്ഥാനപരവും അതുപോലെ തന്നെ അംഗീകൃതവുമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സ്റ്റെറിലൈസേഷൻ എന്നുള്ളത് സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു. As a result, appropriate sterilization of surgical instrument is suggested. എന്തായിട്ടാ? One of the basic and accepted measures against surgical site infection SSI, surgical site infection എതിരായിട്ടുള്ള അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ഇനി CSSD ഡിപ്പാർട്ട്മെന്റ്? വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? CSSD എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. നോക്കിയേ, the CSSD consists of those services within a hospital which accept stores. Accept എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുക. അത് സ്റ്റോർ, ഓരോ ഇതും എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റിസീവ് ചെയ്യുന്നു. പ്രോസസ്, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ and from all the department of the hospital for the care and safety of patient. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, സ്റ്റോർ ചെയ്ത്, സ്റ്റെറിലൈസ് ചെയ്ത് അത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് CSSD ചെയ്യുന്നത്. ഓക്കെ, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റിസീവ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്തിട്ട് അവിടെ പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ഷൻ നടത്തി, സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാന്നാ പറഞ്ഞത്? ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? Hospital for the care and safety of patient. ഉണ്ടോ? ഹോസ്പിറ്റൽ ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ആ വൂണ്ടിൽ തന്നെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മളൊരു സർജറി ഒക്കെ ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് കെയർ കൊടുക്കണം അല്ലെ? പ്രത്യേകിച്ച് ഓപ്പൺ സർജറി ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെതായ, ഇപ്പൊ ഹാർട്ടിന്റെ ഒക്കെ ഇതൊക്കെ സർജറി ഒക്കെ ബൈപ്പാസ് ഇതൊക്കെ കഴിഞ്ഞവർക്കൊക്കെ നല്ല കെയർ കൊടുക്കണ്ടേ? മറ്റുള്ള നമ്മള് അതേപോലെ നമ്മൾ അത് കെയർ ചെയ്യണം, ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ഇൻഫെക്ഷനൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ആൾക്കാരുടെ ഡെത്തിന് വരെയും കാരണമാവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സർജിക്കൽ സൈറ്റിൽ കൂടെ, ഒരു എക്യുപ്മെന്റ്സിൽ കൂടെ ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പേഷ്യന്റിന് കെയറിന് വേണ്ടിയിട്ട്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി സപ്ലൈ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതിക്കേ. ചാപ്റ്റർ 21
സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ എഴുതി മേഡം CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. Okay, very good. Central Sterile Supply Department. Next, അതിന്റെ താഴെ എഴുതിക്കോ. The Central Sterile Supply Department. The Central Sterile Supply Department is responsible for preparing medical okay. The Central Sterile Supply Department is responsible for preparing medical or surgical supplies and equipment so that they are sterile. 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 So that they are sterile and ready for use in patient care. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്ന? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് CSSD ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഈസ് responsible for preparing medical, surgical supplies and equipment so that they are sterile and ready for using patient care. Okay, CSSD. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ CSSD ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നേ? എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ്? പേഷ്യന്റ് കെയറിനെയും പിന്നെ സർജിക്കൽ സപ്ലൈനെയും എക്യുപ്മെന്റ്സിനെയും കെയർ ചെയ്യുക. അതിന്റെ ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താ ചെയ്യുന്നേ ഈ ഡിപ്പാർട്ട്മെന്റിൽ? എന്താ ചെയ്യുന്നേ? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആ എക്യുപ്മെന്റ്സുകള് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവിടെ റിസീവ് ചെയ്തിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുക. ഓക്കെ, അത് അണുവിമുക്തമാക്കിയിട്ട് സപ്ലൈ ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. സപ്ലൈ സ്റ്റെറൈൽ മെഡിക്കൽ സപ്ലൈസ്. ഓക്കെ, സ്റ്റെറൈൽ എക്യുപ്മെന്റ്സുകളൊക്കെ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുക. ഇത്രയും ഓർത്ത് വെക്കുക കേട്ടോ. എക്യുപ്മെന്റ്സുകളൊക്കെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവിടെ റിസീവ് ചെയ്തിട്ട് അവിടെ അവര് CSSD ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യും, അണുവിമുക്തമാക്കിയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് CSSD ചെയ്യുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങൾ. ആൻഡ് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനങ്ങൾ, ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ. അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് സെയിം തന്നെ. ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഫങ്ഷൻസ് ചോദിച്ചാലും ഈ പോയിന്റ്സ് തന്നെ, 7 പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. ഇനി സെക്കൻഡ് നോക്കിയേ, ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് വെച്ചാൽ കുറയ്ക്കുക. ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻസിഡൻസ്, ആ ഒരു സംഭവം അതിനെ കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക. അപ്പൊ നമ്മളെ എല്ലാ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടാവോ? അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവോ?
ഇല്ല. അപ്പൊ ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻസ്, അങ്ങനെയുള്ള ആ ഇൻസിഡൻസ് റിഡക്ഷൻ കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഇല്ലാതെയാക്കുക, അല്ലെ? അപ്പൊ അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ, ടു കോൺട്രിബ്യൂട്ട്. കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ സംഭാവന ചെയ്യുക. റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള, റിഡക്ഷൻ ചെയ്യാനുള്ള സംഭാവന ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, തേർഡ് വൺ, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. ഇനി നോക്കിയേ, സിസേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ വലിയ കോസ്റ്റ്ലി ഒന്നും ആവില്ല. എന്നാൽ ചില സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കിയേ, ഓരോ പ്രാവശ്യം ഓരോ പേഷ്യൻസിന്റെയും സർജറിക്ക് ആ എക്യുപ്മെന്റ്സ് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഹൈലി എക്സ്പെൻസീവ് ആണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പൈസയും നഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം മേടിക്കുമ്പോൾ ഈ എക്യുപ്മെന്റ്സുകൾ എത്ര വരും? ആ സെയിം തന്നെ. അപ്പൊ അതങ്ങനെ അതിന്റെ ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ്, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സ് ഒരാൾക്കുടെ സർജറി ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും അടുത്ത പേഷ്യന്റിന് ഉപയോഗിക്കാം. വീണ്ടും നമുക്ക് അടുത്ത പേഷ്യന്റ് വരുമ്പോ ആ എക്യുപ്മെന്റ് തന്നെ സെയിം തന്നെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊരു ഗുണം? കോസ്റ്റ്, നമുക്ക് അവിടെ പൈസയും ചെലവാകുന്നില്ല. പിന്നെ അതുകൂടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 5 പേർക്കുടെ സർജറി കഴിയുമ്പോഴത്തേക്ക് 5 ആ സെയിം എക്യുപ്മെന്റ് തന്നെ അവിടെ ഇരിക്കും. അത് വെക്കാനുള്ള സ്ഥലം വേണം, അത് ഓരോന്നും പുതിയത് വാങ്ങാനുള്ള പൈസയും വേണം, അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടിപ്പ്. ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റിന്റെ ഇരട്ടിപ്പ് ഒഴിവാക്കാം. വീണ്ടും അത് ആ സെയിം എക്യുപ്മെന്റ് തന്നെ നമുക്ക് വാങ്ങേണ്ട ആവശ്യം വരില്ല. അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് വീണ്ടും നമുക്കത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. സിറിഞ്ചൊക്കെ നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നു പണ്ടൊക്കെ, അല്ലെ? സ്റ്റെറിലൈസ് ചെയ്ത് തന്നെയാണ് അടുത്ത പേഷ്യന്റ് യൂസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഓരോന്നും പുതിയ ഇത് തന്നെയാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതുകൊണ്ട് അണുവിമുക്തമാക്കുക, അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ എക്യുപ്മെന്റ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അതിന്റെ ആ എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. നെക്സ്റ്റ്, to keep records of efficiency of cleaning, disinfection and the sterilization process. To keep the records of efficiency of cleaning. ആ ക്ലീനിങ് എഫിഷ്യൻസി എങ്ങനെയാണ്, അതിന്റെ ഡിസിൻഫെക്ഷൻ, അണുവിമുക്തമാക്കുക, ഡിസിൻഫെക്ഷൻ, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ഒക്കെ എഫിഷ്യൻസി, അതിന്റെയൊക്കെ ഗുണം, അതൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നു. To keep the records of efficiency of cleaning, disinfection and sterilization process. ഇനി 5th പോയിന്റ് നോക്കിയേ, ടു എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക. ഓക്കെ, എക്സിബിറ്റ് ചെയ്യാൻ, പ്രദർശിപ്പിക്കുക. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് ചെയ്യുക, ചുമത്തുക. പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. എന്താ? കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. അവോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ്, തടയുക. പ്രിവെന്റ് മറ്റൊരു വേർഡാണ് പ്രിവെന്റ്, തടയുക. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ. അപ്പൊ ഇങ്ങനെ ക്രോസ് ഇൻഫെക്ഷൻ തടയുക, പ്രിവെന്റ് ചെയ്യുക. അതിനുള്ള കൺട്രോൾ കാര്യങ്ങൾ, തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. അവിടെ എഴുതി വെച്ച ആ ക്രോസ് ഇൻഫെക്ഷൻ എന്താന്ന് ആ നോട്ടിൽ തന്നെ എഴുതിയാലും മതി. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ is the transfer of harmful microorganisms. Is the transfer of harmful microorganisms. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്രോസ് ഇൻഫെക്ഷൻ, മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ പറ്റും. ഓക്കെ, പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുക. മൈക്രോ ഓർഗാനിസംസ്, ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് തടയാനുള്ള ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എക്സിബിറ്റ് ചെയ്യുകയും ഇമ്പോസ് ചെയ്യുകയും ചെയ്യുക. Next, 6th one, to maintain an inventory of supplies and equipment. സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ ഇൻവെന്ററി, വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക.
അപ്പൊ അവിടെ ഡിപ്പാർട്ട്മെന്റിൽ എത്രമാത്രം എക്യുപ്മെന്റ്സുകൾ അവിടെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്, അവിടെ റിസീവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ് വേണം അത്. To maintain an inventory of supplies and equipment. Next, last one, to arrange a safe environment for the patient and staff. പേഷ്യന്റിനും സ്റ്റാഫിനും രണ്ടുപേർക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു എൻവയോൺമെന്റ്, ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫ്രീ ആണല്ലോ, ജെം ഫ്രീ ആണ്, നമുക്ക് മൈക്രോ ഓർഗാനിക്സ് ഫ്രീ ആണ്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വഴി എല്ലാം ഫ്രീ ആണ്. അപ്പൊ ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പേഷ്യന്റിനും സ്റ്റാഫിനും അറേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് CSSVയുടെ ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, മേഘനെ ഞാൻ വായിപ്പിച്ചാർന്നോ? വായിപ്പിക്കാത്തവരെ കൊണ്ട് വായിപ്പിക്കും. സുരഭി ഫസ്റ്റത്തെ 3 പോയിന്റ് വായിച്ചേ. ഓക്കെ. To supply sterilized materials. Second, to contribute a reduction in the incidence of hospital infection. Third, to avoid duplication of expensive equipment. Okay, to avoid the duplication of expensive equipments. Expensive ആയിട്ടുള്ള equipmentsന്റെ ആ duplication ഇരട്ടിപ്പ് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ജോബി മോൾ. ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണുന്നവരെ കേട്ടോ ഞാൻ വിളിക്കുന്നേ. ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരെയും ഒക്കെ എത്തിക്കാം. അപ്പൊ 67 പേരുണ്ട്. ഓക്കെ, ജോബി അടുത്ത പോയിന്റ് വായിച്ചേ. 2 വായിക്കേ. To keep records of efficiency of cleaning, disinfection and sterilization process. To exhibit and impose control necessary to avoid cross infection. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എക്സിബിറ്റ് ചെയ്യുകയും ഇമ്പോസ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് നിഷിത. ഓക്കെ, അടുത്ത 2 പോയിന്റ് വായിച്ചേ. To maintain an inventory of supplies and equipment, to arrange a safe environment for the patients and staff. പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ ഒബ്ജക്റ്റീവ്സ്? Okay, ma'am. ഓക്കെ, ഇതിപ്പോ ഇവരെ കൊണ്ട് മാത്രം അല്ല, വായിപ്പിക്കുമ്പോൾ നിങ്ങളും കൂടി അതിന്റെ ഒപ്പം ഒന്ന് നോക്കി പോകാട്ടോ. ഏതെങ്കിലും പോയിന്റ് നമുക്ക് കിട്ടാത്തുണ്ടോ, നോട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തുണ്ടോ, എന്തെങ്കിലും ഒന്നുകൂടി പറയണമെങ്കിൽ നിങ്ങൾ അത് കഴിയുമ്പോഴത്തേക്കും തന്നെ പറയുക. ക്ലിയർ ആക്കി പോവുക, പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നെ പോവുക. ഇത് ചോദിക്കാറുണ്ട്, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിക്കാം. അപ്പൊ ഫംഗ്ഷൻസ് 7 ഏതൊക്കെയാണെന്ന് വായിച്ചു വെക്കാം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും CSSD ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയെല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് നോക്കി, ഇവിടെ ഡിസൈനിങ് ഓഫ് എ CSSD. ഡിസൈനിങ് പറഞ്ഞു. SSIയുടെ ഫുൾ ഫോമേ കറക്ഷൻ ചെയ്യാൻ പറഞ്ഞില്ലേ? അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ പറയായിരുന്നു. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് SITE സൈറ്റ് ഇൻഫെക്ഷൻ ആണ് SSI. എനിക്കറിയില്ല നിങ്ങൾ ആർക്കൊക്കെ ഏതൊക്കെയാണ് കിട്ടാത്തതെന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ മറ്റുള്ളവർക്ക് ഇതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറയുന്നതോ പോയിന്റ് കിട്ടാത്തതോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ചോദിക്കുക. എനിക്ക് എത്ര തവണ പറഞ്ഞു തന്നേലും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ അത് ക്ലിയർ ആക്കി പോവുക. അതനുസരിച്ച് നമുക്കറിയാലോ, ഇത്രയും കുറച്ച് പോർഷൻ വീതേ നമ്മൾ എടുക്കുന്നുള്ളൂ. പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കുക. ലാസ്റ്റ് ആവുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പിള്ളേരോട് പറയുന്നുണ്ട്, നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇന്ന് തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മനസ്സിൽ അത് തറവും. പിന്നെ എക്സാം വരുമ്പോൾ ഒരുമിച്ച് വായിക്കാനിരിക്കരുത്. അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എല്ലാവരും ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ 2 ക്ലാസ്സുകൾ 2 മണിക്കൂറത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടി. ഇന്നത്തെ ഇനി നാളത്തേക്കും നിങ്ങൾ
പെൻഡിങ് വെക്കരുത്. അന്നൊന്നും എടുക്കുന്നത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക. നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട ഒരു പുതിയൊരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്തേക്കുക. അപ്പൊ അതിന്റെ ആത്മാർത്ഥത എല്ലാവരും കാണിക്കാം. നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറയാനോ നിങ്ങളുടെ നോട്ട് ചെക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോന്നും ക്ലിയർ ആക്കി തന്നെ പോവുക. അന്നന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. നല്ല കൂളായിട്ട് നിങ്ങൾക്ക് എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അന്നുള്ളത് വായിച്ചേ പറ്റുള്ളൂ. വായിച്ച് തന്നെ വെക്കണം. ലാസ്റ്റ് ആകുമ്പോഴേ എല്ലാ 35 ചാപ്റ്ററും കൂടിയും ലാസ്റ്റ് എക്സാം വരുമ്പോ നമ്മളിപ്പോ മൊഡ്യൂൾ വൈസ് എക്സാം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടാ നിങ്ങൾക്ക് എക്സാം വരുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ 35 ചാപ്റ്റർ ഉണ്ടാവും. അപ്പൊ ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അന്നുള്ളത് അങ്ങ് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡിസൈനിങ് ഓഫ് എ CSSD. ഇനി ഇതിന്റെ ഡിസൈനിങ് അതിന്റെ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. Size and location of CSSD differ according to the hospital management. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് ഈ CSSDയുടെ സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അല്ല ഇത്ര സൈസ് വേണം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എങ്ങനെയാണ്, വലിയ ഹൈലി ഇതായിട്ടുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളും മാനേജ്മെന്റ് ഒക്കെ വലിയ ഇതാണെങ്കിൽ അതനുസരിച്ചായിരിക്കും അതിന്റെ സൈസ് കൂട്ടാം. അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ CSSD ഡിഫേഴ്സ്. It should be located a near as possible. പക്ഷെ ഒരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. നോക്കിയേ, it should be located a near as possible to OT, ഓപ്പറേഷൻ തിയേറ്റർ. A and E ഡിപ്പാർട്ട്മെന്റ്. എന്താ A and E ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അറിയില്ലാത്തവരുണ്ടെങ്കിൽ പറയുമ്പോ അത് അതിന്റെ മുകളിലോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ. കണ്ടോ, ഇതിന്റെയൊക്കെ അടുത്തായിരിക്കണം. എന്തുകൊണ്ടാ? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഈ എക്യുപ്മെന്റ്സുകളൊക്കെ എപ്പോഴും സർജറി സമയത്ത് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ അത് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ വേഗം തിയേറ്ററിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഇത് മെറ്റീരിയൽസ് ഒക്കെ വേഗം എത്തിക്കാൻ വാർഡിനോടൊക്കെ അടുത്തായിരിക്കണം. The CSSD layout should be designed. ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കുക. The CSSD layout should be designed in a unidirectional flow. ഉണ്ടോ? The CSSD layout should be designed in a unidirectional flow. Unidirectional എന്ന് പറയാം ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ CSSDയുടെ ലേഔട്ട്. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു സ്ഥലം, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ റിസീവിങ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് ക്ലീനിങ് ഏരിയ പോവും, സ്റ്റെറിലൈസേഷൻ, പാക്കിംഗ്, അങ്ങനെയൊക്കെ പാക്കിംഗ് ഏരിയ, പിന്നെ സ്റ്റെറിലൈസേഷൻ ഏരിയ, അങ്ങനെ പല ഇതിലൂടെ കടന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ റിസീവിംഗ് ഏരിയയും ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇത് അടുത്തായിരിക്കില്ല. റിസീവ് ചെയ്യുന്ന ഒരു സ്ഥലം വേറെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലം വേറെ. അതാണ് ഇറ്റ് ഈസ് യൂണി ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ റിസീവ് ചെയ്യുന്ന പ്ലേസിൽ കൂടെ ഒരിക്കലും സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. അതിന് വേറെ സ്ഥലമാണ്. അത് റിസീവ് ചെയ്യുന്ന ഏരിയ കൂടി തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. അതാ ഉദ്ദേശിച്ചേക്കുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. മേടിക്കുന്ന ഒരു സ്ഥലം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വേറൊരു സ്ഥലമായിരിക്കും. അതുകൊണ്ടാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഈ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഈ മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്ങുകളാണെങ്കിലോ CSSD may be formed in the lower floor right under the OT. അവിടെ ഒന്ന് മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്തേ. റൈറ്റ് ആണ് കേട്ടോ, RIGHT ആണ്. റൈറ്റ് തൊട്ട് താഴെ റൈറ്റ്. ഈ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഈ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിലോ CSSD എങ്ങനെയായിരിക്കും? ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ, ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയായിരിക്കും. എന്തുകൊണ്ടാ? വേർ ദ perpendicular movement will be the swift possible movement of the material. ആ മെറ്റീരിയലിന്റെ പെർപെൻഡിക്കുലർ നേരെ എത്തിക്കാം നമുക്ക്, അല്ലെ? തൊട്ട് താഴെയാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഒരു ലിഫ്റ്റ് വഴി നമുക്ക് നേരെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന്റെ മെറ്റീരിയൽസിന്റെ നല്ല മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് സ്വിഫ്റ്റ് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് താഴെയായിരിക്കുന്ന പറഞ്ഞേക്കണേ. മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ CSSD may be formed in the lower floor right under the OT
where the perpendicular movement will be the swift possible movement of material. ആ മെറ്റീരിയൽസിന്റെ പെട്ടെന്ന് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മൂവ്മെന്റ്സ് പെട്ടെന്ന് ആ തീറ്ററിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തീറ്ററിന്റെ തൊട്ട് താഴെ തന്നെയായിരിക്കും ഈ CSSD ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു ചെറിയൊരു പടം കൊടുത്തിട്ടുണ്ട്, ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. ഇവിടെ നോക്കിയേ, അവിടെ 3 സോണുകളാണ് തിരിച്ചേക്കുന്നത്. ഉണ്ടോ? സോയിൽഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറൈൽ സോൺ ഉണ്ട്. അപ്പൊ ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ് അതിന്റെ CSSDയില് നമ്മൾ 3 സോണുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. സോയിൽഡ് സോൺ, സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉള്ളത്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് സോയിൽഡ് സോൺ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അത് ക്ലീൻ ചെയ്യും, അതാണ് ക്ലീനിങ് സോൺ. ക്ലീൻ സോൺ പിന്നെ മൂന്നാമത്തെ ആണ് അത് ക്ലീൻ ചെയ്തിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്യും. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. അങ്ങനെ 3 സോണുകൾ. ഇനി അതിന്റെ ഓരോന്നിന്റെ ഇടയ്ക്ക് അവിടെ ഒരു ബാരിയർ ഉണ്ട്. കണ്ടോ? അതിന്റെ ഓരോന്നിന്റെ ഇടയ്ക്ക് ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് ബാരിയർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, അവിടെ സ്പ്രെഡ് ചെയ്യും, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ സോയിൽഡ് സോണും ക്ലീൻ സോണും അടുത്തടുത്ത് തൊട്ട് മുട്ടിയൊക്കെയാണെങ്കിലും ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതിലേക്ക് പിന്നെയും ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഓരോ സോണുകളുടെ ഇടയിലും നമുക്ക് ഒരു ബാരിയർ അല്ലെങ്കിൽ ഫിസിക്കൽ ഫെൻസിങ്, ഒരു തടസ്സം അവിടെ വെച്ചേക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇങ്ങനെ മിങ്കിൾ ചെയ്യാൻ പാടില്ല. അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 3 സോണുകൾക്ക് ഇടയിൽ ഓരോ ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എത്ര സോണുകളുണ്ട്? എത്ര സോണുണ്ട് CSSD-യില്? Soiled zone, സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത്, എക്യുപ്മെന്റ്സ് ഉള്ളത്. ക്ലീൻ സോൺ എന്ന് പറഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്യുന്നു. പിന്നെ അടുത്ത സ്റ്റെറൈൽ സോൺ എന്ന് പറഞ്ഞാൽ അത് സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഈ 3 സോണുകൾക്കും ഇടയിൽ എന്തുണ്ട്? ഒരു ബാരിയർ ഉണ്ട് അവിടെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതെന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. ആ ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ 3 ഇതിന്റെയും ഇടയിൽ 3 സോണുകളുടെ ഇടയിൽ ബാരിയേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് പ്ലാനിങ് ഓഫ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, ദ മെറ്റീരിയൽ ഓർ ഐറ്റം ഫ്രം stained or contaminated, രണ്ടും സെയിം തന്നെയാണ്. contaminated and germ free area should not get mixed. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, mixed, MIXED, മിക്സ് ചെയ്യാൻ പാടില്ല. The materials or items from contaminated and germ free area should not get mixed. Contaminated ആയിട്ടുള്ള ഏരിയയും germ free ആക്കിയ ഏരിയയും തമ്മിൽ എന്ത് ചെയ്യാൻ മിക്സ് ചെയ്യാൻ പാടില്ല. There should be a physical fencing. ഫിസിക്കൽ ഫെൻസിങ് എന്ന് പറയുന്ന ബാരിയർ, അതിന്റെ ഇടയിൽ ഒരു ബാരിയർ ഉണ്ട് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മില്? സോയിൽഡ്, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. ഈ 3 സോണുകളുടെ ഇടയിൽ ഒരു ബാരിയർ അവിടെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് the risk of the cross infection spread is reduced. എന്തിനാ ഈ ബാരിയർ വെച്ചിരിക്കുന്നത്? ക്രോസ് ഇൻഫെക്ഷൻ അത് സ്പ്രെഡ് ചെയ്യുന്നത് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഓരോ സോണുകളുടെ ഇടയിലും ബാരിയർ വെച്ചിരിക്കുന്നത്. ദ ഫ്ലോർ ഷുഡ് ബി, ഇനി CSSD-യുടെ ഫ്ലോർ എങ്ങനെയായിരിക്കും? ഷുഡ് ബി സ്മൂത്ത്. എങ്ങനെയായിരിക്കും? സ്മൂത്ത് ആയിരിക്കണം. പിന്നെ അതുപോലെ നോൺ സ്കിഡ്. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ സ്കിഡ്, SKID, സ്കിഡ് എന്താണ്? സന ഫാത്തിമ എന്തോ പറഞ്ഞല്ലോ, ഏതാ നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ? തെന്നിപ്പോകാത്തത്, സ്കിഡ് ചെയ്യാത്തതായിരിക്കണം. ആൻഡ് പവർഫുൾ, നല്ല പവർഫുൾ ആയിരിക്കണം. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഓട്ടോക്ലേവ് പോലുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. അപ്പൊ അതിന് നിൽക്കാൻ പാകത്തിനുള്ള അത്രയും ഒരു നല്ലൊരു പവർഫുൾ ആയിരിക്കണം ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പൊ CSSD-യുടെ ഫ്ലോർ എങ്ങനെയായിരിക്കണം? ഓക്കെ, സ്മൂത്ത്, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. ഇത് 3 ഓപ്ഷൻസ് തരാം കേട്ടോ. ദ ഫ്ലോർ ഷുഡ് ബി എങ്ങനെയായിരിക്കും? CSSD, ദ ഫ്ലോർ ഷുഡ് ബി ഡാഷ്. ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ എ സ്മൂത്ത്, ഓപ്ഷൻ ബിയില് നോൺ സ്കിഡ് തരാം, ഓപ്ഷൻ സിയില് പവർഫുൾ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇത് 3ഉം ശരിയല്ലേ? ഫ്ലോർ എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് ആയിരിക്കണം ആൻഡ് പവർഫുൾ.
The clean area should be sustained at a positive pressure. ഇനി നോക്കിയേ, ക്ലീൻ ഏരിയയിൽ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് പ്രഷർ അവിടെ സസ്റ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. The clean area should be sustained at a positive pressure. ഒരു പോസിറ്റീവ് പ്രഷർ, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ആ ക്ലീൻ ഏരിയയിൽ എപ്പോഴും നിലനിർത്തണം. The area of the work should be made of marble. കണ്ടോ, ഈ ഏരിയ എങ്ങനെയായിരിക്കണം? The area of വർക്ക് ചെയ്യുന്ന ആ ഏരിയ ഷുഡ് ബി മെയ്ഡ് ഓഫ്, എന്തുകൊണ്ട് ഉണ്ടാക്കാം? മാർബിളോ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ടൊക്കെ ആ വർക്ക് ഏരിയ നിർമ്മിക്കാം. The sterilization must be arranged for autoclaving by steam as well as by gas. ഇനി നോക്കിയത് സ്റ്റെറിലൈസേഷൻ നമുക്ക് എങ്ങനെയാ? ഓട്ടോക്ലേവിംഗ്, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി അടുത്ത 2 പേജ് കഴിഞ്ഞിട്ട് ഇത് പഠിക്കാണ്ട്, ഓട്ടോക്ലേവ് പഠിക്കാണ്ട്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ഇതാണ് പ്രഷർ കുക്കർ. സിമ്പിൾ ഓട്ടോക്ലേവ് ആണെങ്കിൽ പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന ഒരു ഇതാണ്, മെഷീനാണ്. അത് എന്താ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അവിടെ ഓട്ടോക്ലേവിന് സ്റ്റീം വഴിയാണ് ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി, 100 ഡിഗ്രിയിലേക്കായും കൂടുതൽ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുക. അതാണ് ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ. എന്താണ്? ഈ വേപ്പർ പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് ടെമ്പറേച്ചർ 100 ഡിഗ്രിയിൽ മുകളിലാക്കിയിട്ടാണ് സ്റ്റീം ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഓട്ടോക്ലേവില്. ആസ് വെൽ ആസ് ബൈ ഗ്യാസ്. ഇനി ഞാൻ പറഞ്ഞു, ഈ സ്റ്റീം ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ, അങ്ങനെയുള്ളതൊക്കെ ഏതാണ്? ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. മറ്റേ അല്ലാത്ത മെറ്റൽസ് പോലുള്ളതൊക്കെ ഓട്ടോക്ലേവിംഗ് നടത്തി ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാം. സ്റ്റീം ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് നോക്കിയേ. പ്ലാനിങ് ഓഫ് CSSD വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. There should be physical fencing between soil. അതെന്താ മാം? അത് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, there should be physical fencing. Physical fencing എന്ന് പറയുന്ന ബാരിയർ, ഒരു തടസ്സം, അതാ ഉദ്ദേശിക്കുന്നത്. ബിറ്റ്വീൻ സോയിൽഡ്, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. ആ 3 സോണുകളും തമ്മിൽ ഒരു ബാരിയർ, അല്ലെങ്കിൽ ഫിസിക്കൽ ഫെൻസിങ്. അത് ബാരിയർ എന്ന് തന്നെയാണ് മീനിങ്. ഫെൻസിങ് എന്ന് പറഞ്ഞ ബാരിയർ, ഒരു ബാരിയർ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഓരോ തടസ്സങ്ങളുണ്ട് 3 സോണുകളും തമ്മിൽ. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ നമ്മള് സോയിൽഡ് സോണും മലിനമായിട്ടിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഉള്ള സോണും ക്ലീൻ സോണും തമ്മിൽ നമ്മൾ അടുത്തടുത്തൊക്കെ ആണെങ്കിൽ വീണ്ടും ക്ലീൻ ആക്കി വെച്ചതിലേക്ക് വീണ്ടും എന്താണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ സോണുകളും തമ്മിൽ ഒരു ബാരിയർ, ഒരു തടസ്സം വെച്ച് അതിന്റെ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആ ഡയഗ്രം തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്നിട്ട് ഫ്ലോറിന്റെ കാര്യം പറഞ്ഞേക്കാം. സ്മൂത്ത്, നോൺ സ്കിഡ്, പവർഫുൾ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വർക്ക് ഏരിയ എങ്ങനെയായിരിക്കണം? മാർബിൾ, ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണം. പിന്നെ സ്റ്റെറിലൈസേഷൻ ഒന്നില്ലെങ്കിൽ സ്റ്റീം വഴി ചെയ്യാം, ബൈ ഓട്ടോക്ലേവിംഗ്, ബൈ സ്റ്റീം വഴി ഓട്ടോക്ലേവ് സ്റ്റീം വഴി ചെയ്യാം. അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലാണെങ്കിൽ അവിടെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അത് രണ്ടും ഓട്ടോക്ലേവ് ഒക്കെ നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. നേരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് സെന്റൻസിൽ മെറ്റീരിയൽസ് ഓർ ഐറ്റംസ് ഫ്രം ടൈൻഡഡ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താ? ദ മെറ്റീരിയൽ ഓർ ഐറ്റംസ് ഫ്രം ടൈൻഡ്. ടൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആൻഡ് ജേം ഫ്രീ ഏരിയ ഷുഡ് നോട്ട്
ഗെറ്റ് മിക്സ്ഡ്. അത് രണ്ടും മിക്സ് ആവാൻ പാടില്ല. അതിനകത്തുള്ള ഐറ്റംസ് തമ്മിൽ മിക്സ് ആവാൻ പാടില്ല. ദ മെറ്റീരിയൽ ഓർ ഐറ്റം ഫ്രം ടൈൻഡ് ആൻഡ് ജേം ഫ്രീ ഏരിയ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലെ ജേം ഫ്രീ ഏരിയയിലെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐറ്റംസ് എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. അതിലാണ് അതുകൊണ്ടാണ് മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബാരിയർ അല്ലെങ്കിൽ ഫിസിക്കൽ ഫെൻസിങ് ആ 3 സോണുകൾക്കും തമ്മിൽ ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് വർക്ക് ഫ്ലോ ആണ്. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. വർക്ക് ഫ്ലോ നോക്കിയേ, വർക്ക് ഫ്ലോ ഓഫ് CSST. ഇതിൻ്റെ അകത്ത് വർക്ക് ഫ്ലോ തെറ്റിച്ച് തരും നിങ്ങൾക്ക്. ആ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ഏതാന്ന് ചോദിക്കും. ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് തന്നെ എക്സാമിന് ചോദിക്കും. അപ്പൊ അതിനകത്ത് ഇത് കറക്റ്റ് ആയിട്ട് നോക്കുക. വർക്ക് ഫ്ലോ ഓഫ് CSST. അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ, അതാണ് റിസീവ് ചെയ്യുക. റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. സ്വീകരിക്കുന്നത്, അത് റിസീവ് ചെയ്യുന്ന ഏരിയ, അതാണ് ഫസ്റ്റ് റിസീറ്റ്. രണ്ടാമത്തെയാണ് റിൻസിങ്. റിൻസിങ് എന്ന് വെച്ചാൽ എന്താ, കഴുകുക. ജസ്റ്റ് ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, വെറുതെ ഒന്ന് റിൻസ് ചെയ്യുന്നു, വെറുതെ ഒന്ന് കഴുകുന്നു, റിൻസിങ്. പിന്നെ മൂന്നാമത്തെയാണ് ക്ലീനിങ്. റിൻസിങ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നു, ക്ലീനിങ്. എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുന്നു, ഡ്രൈയിങ്. ഡ്രൈ ചെയ്യുന്നു, ഡ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലിങ്. ചെക്ക് ചെയ്യും. അതായത് അപ്പൊ നമ്മള് മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതില് നമ്മൾ കൊള്ളൂലാത്തത്, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ സിസേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഷാർപ്പന് പോയതോ അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയതോ വളഞ്ഞു പോയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരവിടെ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കളയും, ഡിസ്പോസ് ചെയ്യും, അതൊക്കെ കളയും. എന്നിട്ട് ബാക്കിയുള്ളത് അത് ട്രേ അസംബ്ലിങ്, അത് സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള പ്രത്യേകം ട്രേയിലേക്ക് അത് മാറ്റും, ട്രേ അസംബ്ലിങ്. നെക്സ്റ്റ് അത് എന്ത് ചെയ്യും, സ്റ്റെറിലൈസേഷൻ ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഓരോന്നും ലേബൽ ചെയ്യും, ലേബലിംഗ് ചെയ്യുന്നു. എന്നിട്ട് അത് CSST ഡിപ്പാർട്ട്മെന്റിൽ തന്നെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഓരോ ആവശ്യമുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യാനുസരണം അതെന്ത് ചെയ്യുന്നു, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇഷ്യൂ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത് വേറെ ഒന്നുമില്ല, ഇത് അങ്ങനെ തന്നെയാണ്. നോക്കിയ റിസീറ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് വർക്ക് ഫ്ലോ. നെക്സ്റ്റ് ജിൻഡു ആൽബിൻ. ഒന്ന് വായിക്കോ വർക്ക് ഫ്ലോ ഒന്ന് വേഗം ഒന്ന് വായിച്ചേ. Receipt, rinsing, cleaning, drying, checking and tray assembling, sterilization, labeling, storage, issue and distribution. Issue and distribution. വേഗം നിങ്ങളുടെ ആ ബുക്കിലേക്ക് ഒന്ന് വേഗം ഒന്ന് വരച്ചെടുത്തേ. അല്ലെങ്കിൽ അത് നിങ്ങൾ വരച്ചോളൂ. അത് നോട്ട്ബുക്കിലേക്ക് വരക്കണം. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വരയ്ക്കണം. വരയ്ക്കുക എന്ന് പറഞ്ഞു പിന്നീട് വരച്ചോളാം വേണം. സ്കെയിലും പെൻസിലും ഒന്നും ഉപയോഗിച്ച് വരയ്ക്കണ്ട. നിങ്ങൾ ഓരോന്ന് എഴുതുക, താഴേക്ക് ഓരോ ആരോ മാർക്ക് ഇട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത്രേ ഉള്ളൂ. അല്ലാതെ സ്കെയിലും പെൻസിലും എടുത്ത് കറക്റ്റ് റെക്ടാങ്കിൾ ആക്കി അങ്ങനെ ഭംഗിയില് അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒന്ന് വേഗം ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് ബുക്കിലേക്കും കൂടി എഴുതുമ്പോൾ നിങ്ങളുടെ അത് മനസ്സിൽ നന്നായിട്ട് പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ആ ബുക്കില് ഒന്ന് എഴുതി വെച്ചാൽ ആരോ മാർക്ക് ഇട്ട് തന്നെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഓരോന്നും ആരോ മാർക്ക് ഇട്ട് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്താ, വാട്ട് ഈസ് ഓർഗാനോഗ്രാം? It is a diagram that shows the relationship between different departments or structure. People അവരുടെ അത് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. സൂര്യ നോക്കിയാണോ പറഞ്ഞത് അതോ നോക്കാതെയാണോ പറഞ്ഞത്? നോക്കാതെ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഇത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോ ഇപ്പൊ ഞാൻ തന്ന നോട്ടില് അല്ലെങ്കിൽ അതുപോലെ തന്നെ പറയണ്ട. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇത് വെച്ചാൽ ഒരു ഡയഗ്രാം ആണ്. അതെന്താ, ആ ഒരു ഓർഗനൈസേഷനിലുള്ള ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ജോലികളൊക്കെ തമ്മിലുള്ള ജോബ്സ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം. അതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ബേസിക് അത്രയും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ. ഇനി ഓർഗാനോഗ്രാമില് ഏറ്റവും ടോപ്പില് CSSTയുടെ ഓർഗാനോഗ്രാം ഇവിടെ ചോദിക്കുക എക്സാമിന് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു CSST? ഇനിയായിരിക്കും ക്വസ്റ്റ്യൻ. CSST ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ഓർഗാനോഗ്രാം ആയിരിക്കും കറക്റ്റ്? ഇവരത് അതിന്റെ ഓർഡർ തെറ്റിച്ചു തരും നമുക്ക്. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും, അതിന്റെ ഓർഡർ തെറ്റിച്ചു തരും. നമ്മളത് കറക്റ്റ് ഓർഡർ ആക്കുക.
അപ്പൊ നമ്മൾ അത് പഠിച്ചു വെക്കണം. ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് ഏറ്റവും ടോപ്പില് CSST ഇൻചാർജ് ഓർ മാനേജർ, CSST ഇൻചാർജ് ഓർ മാനേജർ. അടുത്തത് CSST, അതിന്റെ തൊട്ട് താഴെ വരുന്നത് CSST ടെക്നീഷ്യൻ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ CSST അസിസ്റ്റന്റ് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇത് ഇത്രയും ഓർഡർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നുമില്ല. നമ്മൾ ഓർഗാനോഗ്രാം ഏതാണ് കറക്റ്റ് അങ്ങനെ എക്സാമിന് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു CSSD. അപ്പൊ അതിന്റെ കറക്റ്റ് അത് നോക്കാം കേട്ടോ. CSST ഇൻചാർജ് ഓർ മാനേജർ, തൊട്ട് താഴെ CSST ടെക്നീഷ്യൻ വരുന്നുണ്ട്, CSST അസിസ്റ്റൻസ് വരുന്നുണ്ട്, നെക്സ്റ്റ് താഴെ ക്ലർക്സ് ഓർ സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്, നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇതും ഇന്നത്തെ ഒരു നിങ്ങളുടെ ഒരു വർക്കായിട്ട് ഇതും കൂടി നിങ്ങൾ ആ നോട്ടിലേക്ക് ഒന്ന് എഴുതി വെച്ചു. ഓക്കെ, ഹോംവർക്ക് പോലെ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ബുക്ക് തുറക്കൂല, എനിക്കറിയാം. ആരൊക്കെ വായിക്കുന്നുണ്ട് അന്ന് എടുക്കുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുന്നവര്. ബിനോയ് വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട് മാഡം. ഓക്കെ, വായിക്കാം. വെരി ഗുഡ്, വായിക്കുക. അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് മാഡം. അപ്പൊ ഞാൻ ഈ ഗാലറി വന്നു കേട്ടോ, അപ്പൊ ഞാൻ എഴുതാം. അത് കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളത്തേക്കാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ബുക്കിലേക്ക്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട്. അല്ലെങ്കിൽ ആരും ബുക്ക് തുറക്കൂല. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്യൂസ്ഡേ ആണ് നമുക്ക് ക്ലാസ് വരുന്നത്. നന്നായിരിക്കും ചിലപ്പോൾ ബുക്ക് തുറക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് ചെയ്തോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. ഇതും കൂടി നോക്കാം നമുക്ക്. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. CSSDയുടെ ഫങ്ഷണൽ ഏരിയാസ്. ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ CSSD? നോക്കിയേ, എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട് നോക്കിയേ. 6 ഫങ്ഷണൽ ഏരിയ. 6 ഉണ്ട്. 6 ഫങ്ഷണൽ ഏരിയ ആണ് CSSDയിലുള്ളത്. 6 ഫങ്ഷണൽ ഏരിയ ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ, റിസീവിംഗ് ഏരിയ. ഫസ്റ്റ് റിസീവ് ചെയ്യുന്ന ഏരിയ. ഈ എക്യുപ്മെന്റ്സുകള് മെറ്റീരിയൽസ് അതൊക്കെ റിസീവ് ചെയ്യുന്ന ഏരിയ റിസീവിംഗ് ഏരിയ. നെക്സ്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. അത് ക്ലീൻ ചെയ്യും. അതൊന്നില്ലെങ്കിൽ മാനുവലി നമ്മൾ കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ മെഷീൻ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം, അപ്പൊ പറയാം. എന്തായിക്കോട്ടെ, നെക്സ്റ്റ് രണ്ടാമത്തെ റിസീവ് ചെയ്തിട്ട് എന്നിട്ട് നെക്സ്റ്റ് പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്ക് പോകുന്നത്. അത് ക്ലീൻ ചെയ്യും. നെക്സ്റ്റ് അത് പാക്ക് ചെയ്യും. ക്ലീൻ ചെയ്ത് അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു, പാക്കിംഗ് ഏരിയയിലേക്ക് പോകും. പാക്കിംഗ് ഏരിയയിൽ അത് പാക്ക് ചെയ്യുന്നതിന് ശേഷം സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകും. ക്ലീൻ ചെയ്തത് പാക്ക് ചെയ്യും, എന്നിട്ട് അത് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകും. എന്നിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് ആ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോറേജ് ഏരിയയിലേക്ക് പോകും. CSSDയുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവർ സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് ഒരു ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, ജോബി മോൾ ഒന്ന് വായിച്ചേ. എത്ര ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് CSSDയില്? ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ്? 6. Which are they? Receiving area, cleaning area, packing area, sterilizing area, storage area, distribution area. Okay, distribution area. അപ്പൊ 6 ഫങ്ഷണൽ ഏരിയ ഉണ്ട്. ഇതും ആ ഓർഡർ കറക്റ്റ് ആണോ കേട്ടോ. റിസീവ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലീനിങ് ആണ്, അത് കഴിഞ്ഞ് പാക്കിംഗ് ആണ്, അത് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്, പിന്നെ സ്റ്റോറേജ് ഏരിയയിലേക്ക്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക്. ഇതും ഇതിന്റെ ഓർഡർ വേണമെങ്കിൽ അവർ തെറ്റിച്ചു തരാം. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ഓർഡർ പഠിച്ചു വെക്കുക. ഓരോന്നിന് ശേഷം അടുത്തത് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഇനി അതിന് ഫസ്റ്റ് പറഞ്ഞത് റിസീവിംഗ് ഏരിയ ആണ്. അവിടെ റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഹോസ്പിറ്റലിലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ റിസീവ് ചെയ്യുന്ന സ്ഥലമാണ് റിസീവിംഗ് ഏരിയ. Items used from several departments of the hospital are transferred to CSSD for cleaning and sterilization. എന്തിനു വേണ്ടിയിട്ടാ CSSDയിലേക്ക് വരുന്നേ? പല ഡിപ്പാർട്ട്മെന്റിലുള്ള ഐറ്റംസ് ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടി പല ഡിപ്പാർട്ട്മെന്റില് ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റുകൾ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ഐറ്റംസ് ഒക്കെ ഈ CSSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, കൊണ്ടുവരുന്നു. Preferably, the items which get stained with blood or body fluid should be decontaminated with the sodium hypochlorite solution. Decontamination ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് sodium hypochlorite solution in the user department itself
ബിഫോർ സെൻഡിങ് ടു CSST. അതായത് നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഈ ഓരോ ഐറ്റംസും ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഐറ്റംസ്, കാർഡിയോളജിയിലാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിപ്പോ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബ്ലഡ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ കുറച്ച് ബ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡോ ബോഡി ഫ്ലൂയിഡോ ഒക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ അണുവിമുക്തമാക്കും, അല്ലെങ്കിൽ അത് ഒന്ന് വാഷ് ചെയ്യും വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. നോക്കിയേ, ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആരാ ചെയ്യുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റ്. അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ഐറ്റം ഉപയോഗിച്ചത് ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു, ഒന്ന് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്യും, ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ബിഫോർ സെൻഡിങ് ടു CSST. CSSTയിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നേരെ ഐറ്റംസ് അങ്ങോട്ട് CSSTയിലേക്ക് കൊടുക്കല്ല. അപ്പൊ ആ ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവിടെ ബ്ലഡോ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ഒക്കെ ആ ഐറ്റംസിനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് CSSTയിലേക്ക് അയക്കുന്നത്. The accepting area of CSST should have an entry to outside through a window with a counter. ഇനി ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആ റിസീവിംഗ് ഏരിയയില് എന്തുണ്ടെന്നാ പറഞ്ഞേക്കണേ, അവിടെ ഒരു ഏരിയ കൂടിയാണ് ഔട്ട്സൈഡ്, പുറത്തേക്ക് നമുക്ക് എന്താണ് ഒരു വിൻഡോ വിത്ത് എ കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. അപ്പൊ നമ്മള് ഫുള്ള് ഡോർ ഓപ്പൺ ചെയ്ത് ആളുകള് CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കയറുകയല്ല ചെയ്യുന്നത്. ഒരു വിൻഡോ വിത്ത് എ കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ കൂടിയാണ് പുറത്തു നിന്ന് തന്നെയാണ് ഈ ഐറ്റംസ് അകത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ഡ്യൂട്ടിയിലുള്ള റിസീവ് ചെയ്യുന്ന അവിടെ ആ ഫസ്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫുകളുണ്ടല്ലോ, അപ്പൊ അവര് അവിടെ നിന്ന് അവരൊരു ബോക്സിലാക്കി ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള സാധനങ്ങൾ ഒരു ബോക്സിലാക്കി അവരവിടെ റിസീവിംഗ് ഏരിയ വിൻഡോ വിത്ത് കൗണ്ടർ ഉള്ള വിൻഡോയുടെ അവിടെ വെക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള CSSTയിലുള്ള സ്റ്റാഫുകൾ അത് റിസീവ് ചെയ്യും. അങ്ങനെയാ ചെയ്യുന്നത്. Okay, the accepting area of CSST should have entry to outside through a window with a counter. The item should be counted and received. അപ്പൊ അവരെന്താ ചെയ്യുന്നേ? The item should be counted. ഐറ്റം എണ്ണി നോക്കും, എത്ര എണ്ണം ഉണ്ട്, ഓരോ ഐറ്റംസ് എത്ര ഉണ്ടെന്നുള്ളതൊന്ന് കൗണ്ട് ചെയ്യും. ആൻഡ് ഐറ്റം ഷുഡ് ബി കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്. ഇത് തിരിച്ചവർക്ക് കൊടുക്കണ്ടേ? സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കൊടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് കൗണ്ട് ചെയ്തിട്ട് റിസീവ് ചെയ്യും. ഇനി subsequently the instruments are examined and unsharpened instruments are stored out or disposed of. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ദ ഇൻസ്ട്രുമെന്റ്സ് ആർ എക്സാമിൻഡ്. ഇൻസ്ട്രുമെന്റ്സ് വീണ്ടും ഒന്നുകൂടി എക്സാമിൻ ചെയ്യും, പരിശോധിക്കും. എന്നിട്ട് അൺഷാർപ്പൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. അൺഷാർപ്പൻഡ് ആയിട്ടുള്ള, ഷാർപ്പൻ ഇല്ലാത്തത്, വളഞ്ഞു പോയത്, ഒടിഞ്ഞു പോയത്, ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്, അത് കളയും. അത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അൺഷാർപ്പൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ ഉപേക്ഷിക്കും. ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ഡിസ്പോസ്ഡ് ഓഫ് അത് ഉപേക്ഷിക്കും. എന്നിട്ട് നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്. എന്നിട്ട് അതിൽ നമ്മൾ എത്ര ഐറ്റംസ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് റെക്കോർഡിലേക്ക് ആക്കി വെക്കും. ഇത്ര ഐറ്റംസ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഇത്ര ഐറ്റംസ്, സിസേഴ്സ് ഇത്ര, അല്ലെങ്കിൽ കത്തീറ്റർ അങ്ങനെയുള്ള ഇത് ഇത്ര, അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് റെക്കോർഡാക്കി വെക്കും. അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്സ്. എന്നിട്ട് നമ്മൾ കളഞ്ഞത് കുറച്ച് കൊള്ളില്ലാത്ത ചീത്തയായിട്ടൊക്കെ കളയല്ലോ, അത് ഡിസ്പോസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് അത് റെക്കോർഡ്സിലാക്കി വെക്കും. Afterwards, the items are transferred to cleaning area. എന്നിട്ട് ഐറ്റംസ് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഏരിയ, ക്ലീനിങ് ഏരിയയിലേക്ക് പോകുന്നു. അപ്പൊ റിസീവിംഗ് ഏരിയയിൽ ഇത്രയും കാര്യം അവർ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? ആ എക്യുപ്മെന്റ് റിസീവ് ചെയ്യുന്ന ഐറ്റംസ് എടുത്തിട്ട് അവര് എന്താ ചെയ്യുന്നത്? അവിടെ കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്യും. എന്നിട്ട് അവിടെ അൺഷാർപ്പൻഡ് ആയിട്ടുള്ളത്, ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്ത് കളയും. ബാക്കിയുള്ളത് അവര് റെക്കോർഡാക്കി വെക്കും. ബാക്കിയുള്ള ഐറ്റംസ് എത്രയുണ്ട് എന്നുള്ളത് റെക്കോർഡാക്കും. ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ക്ലീനിങ് ഏരിയ. എന്നിട്ട് അവര് നെക്സ്റ്റ് ഏരിയ, റിസീവിംഗ് ഏരിയ കഴിഞ്ഞ തൊട്ട് അടുത്ത ഏരിയ ഏതാ? ക്ലീനിങ് റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അവരത് ക്ലീനിങ് ഏരിയയിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? റിസീവിംഗ് ഏരിയ ഒന്ന് വായിച്ചു നോക്കിയേ.
മിസ് ലാസ്റ്റ് സെന്റൻസ് ലാസ്റ്റിൽ തൊട്ട് നമ്മൾ നെസസറി എൻട്രീസ് ഓഫ് ദി എക്സെപ്റ്റഡ് ഐറ്റം ലാസ്റ്റ് സെന്റൻസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ റിസീവ് ചെയ്തിട്ട് അവരെ ഒന്ന് കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്യും. എന്നിട്ട് ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്നോട് ചെക്ക് ചെയ്യും. അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത അൺഷാർപ്പൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്ത് കളയും. അത് വേണ്ടല്ലോ, അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളത് ഡിസ്പോസ് ചെയ്തിട്ട് നെക്സ്റ്റ് നോക്കിയേ, നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. ഇനി അത്യാവശ്യമായിട്ടുള്ള, ഇനി നമ്മൾ ആ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള അക്സെപ്റ്റ് ചെയ്ത സ്വീകരിച്ച ഐറ്റംസ് ഒക്കെ റെക്കോർഡ്സിലാക്കി വെക്കും. ഇൻ ദ റെക്കോർഡ്സ് ഇത്ര ഐറ്റംസ് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്കറിയാം ഇത്ര ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാൻ എടുത്തു എന്നുള്ളത്. അപ്പൊ അവര് സ്റ്റെറിലൈസ് ചെയ്ത എത്ര ഐറ്റംസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അത് എത്ര ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ അത് എന്ത് ചെയ്യുന്നു, നമ്മള് കളഞ്ഞത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളിനകത്ത് കളഞ്ഞല്ലോ, അതിനുശേഷം ബാക്കിയുള്ള അക്സെപ്റ്റ് ചെയ്ത റിസീവ് ചെയ്ത ഐറ്റംസ് റെക്കോർഡ്സിൽ അത് റെക്കോർഡാക്കി വെക്കും. അവര് ഇത്ര എണ്ണം എന്നുള്ളതൊക്കെ റെക്കോർഡാക്കി. ആഫ്റ്റർ വേർഡ്സ് അതിനുശേഷം ഐറ്റംസ് എന്നിങ്ങോട്ട് മാറ്റും. റിസീവ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുക. അടുത്ത ഏരിയ ഏതാ? ഐറ്റംസ് ആർ ആഫ്റ്റർ ഇവിടെ ചോദിക്കാം നിങ്ങൾക്ക്. ആഫ്റ്റർ റിസീവിംഗ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. ക്ലീനിങ് ഏരിയ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നെക്സ്റ്റ് നമ്മൾ പോകുന്ന CSSD അടുത്ത ഏരിയ എന്ന് പറയുന്ന ക്ലീനിങ് ഏരിയയിലേക്കാണ് ഐറ്റംസ് മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് വർക്ക് ഫ്ലോ നോട്ടിലേക്ക് എഴുതാം, നെക്സ്റ്റ് ഓർഗാനോഗ്രാം ഉണ്ട്, അതും നോട്ടിലേക്ക് ഒന്ന് വരച്ചെടുക്കുക. രണ്ടും ഇങ്ങനെ ഭംഗിയിലൊന്നും വരയ്ക്കണ്ട, ജസ്റ്റ് ഓരോന്നും ആരോ മാർക്ക് ഇട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വരച്ചു വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് CSSD ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞു, പിന്നെ അതിന്റെ ഡിസൈനിങ് പറഞ്ഞു, പിന്നെ 3 സോണുകൾ പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് നമ്മൾ അതിന്റെ വർക്ക് ഫ്ലോ പറഞ്ഞു, പിന്നെ ഓർഗാനോഗ്രാം പറഞ്ഞു, പിന്നെ നമ്മൾ ഫങ്ഷണൽ ഏരിയ 6 ഫങ്ഷണൽ ഏരിയ പറഞ്ഞു. ഓരോന്നും നമ്മൾ അതിന്റെ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് റിസീവിംഗ് ഏരിയ, അതിൽ ആദ്യത്തെ റിസീവിംഗ് ഏരിയ പഠിച്ചത്. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇന്ന് ചെയ്യാനുള്ള വർക്ക് ഇന്ന് തന്നെ എല്ലാവരും ചെയ്യാം കേട്ടോ. ചെയ്യാം മാഡം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇവിടെ എനിക്ക് അങ്ങനെ പേരുകളും ഇതൊന്നും വലിയ പരിചയമില്ല. നമ്മുടെ ഈ നമ്മുടെ പറവൂരാന്ന് അറിയാലോ, ഇവിടെ അടുത്തുള്ളവരുണ്ടോ? ഇവിടെ ഈ ലോക്കല് പറവൂര് ജോയിൻ ചെയ്തേക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തില്? ഇല്ലേ? മിസ് ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ റോഷിനി. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇട്ട് തരുന്നത് ഏതാ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല, ഇമെയിൽ അടിക്കാനും ഓപ്പൺ ആവുന്നില്ല. അനൂപ്, ബാക്കി എല്ലാവർക്കും ബിനോയ്, ചോബി, നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലേ? ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. റോഷിനി എന്താന്നേ, മോള് വേണമെങ്കിൽ ഒന്ന് നമ്മുടെ ഓഫീസുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ. അപ്പൊ അവര് ടെക്നിക്കലി എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരും. മോൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയല്ലോ മോക്ക് ടെസ്റ്റിന്റെ ഓപ്പൺ പറ്റുന്നില്ല, ഇമെയിൽ അടിച്ചിട്ട് ഓപ്പൺ ആവുന്നില്ല. അപ്പൊ മോളൊന്ന് വിളിക്കുക, നമ്മുടെ ടെക്നിക്കൽ നിങ്ങൾക്ക് നമ്പർ ഉണ്ടല്ലോ, ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ. എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഇഷ്യൂ ആണോ കാര്യങ്ങളാണെന്ന് ഉള്ളത് അവരൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. ഓക്കെ, ഞാൻ ക്ലാസ് ചെയ്യാണ്. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.